പൊന്നാനി നഗരസഭയ്ക്കെതിരെ മുസ്ലിം ലീഗ് നടത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സമരം മാത്രമാണെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം. തികച്ചും രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് ആ സമരം നടത്തിയത് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ യാതൊരു സംശയം ഉണ്ടാവില്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവരവിടെ വിശദീകരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാം, പൊന്നാനിക്കാരുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ഈ ഭരണസമിതിയുടെ ഇടപെടൽ നിഷേധിക്കാൻ കഴിയും. ആരോഗ്യ മേഖലയിൽ ഇത്തവണ 6 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ അനുവദിച്ചതിൽ 4 ഒരെണ്ണം ചാണ റോഡിൽ ഒരെണ്ണം, പള്ളപ്പുറത്ത് ഒരെണ്ണം, അതുപോലെ തന്നെ നമ്മുടെ കടവനാട് ഒരെണ്ണം, പുതുപൊന്നാനിയിൽ ഒരെണ്ണം, ബാക്കി 2 നെയ്തല്ലൂരും അതുപോലെ തന്നെ നമ്മുടെ കോട്ടത്തറയിൽ ആരംഭിക്കാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഇരുപത്തിരുത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഉയർത്തുകയും അവിടെ ഈവനിങ് OP സംവിധാനം ഏർപ്പെടുത്തുക, ലാബ് സൗകര്യം, മെച്ചപ്പെട്ട ലാബ് സൗകര്യം ഉറപ്പുവരുത്തുക, ഫാർമസി സൗകര്യം ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് 2ാമത്തെ യൂണിറ്റ് ഇരുപത്തിരുത്തി മേഖലയിൽ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ 4 വർഷം പൊന്നാനിയിലെ എല്ലാ മേഖലയും സ്പർശിച്ചുള്ള ഭരണമാണ് LDF കാഴ്ചവെച്ചത്. ഫണ്ടുകൾ പൂർണ്ണമായും ചെലവഴിച്ച ഭരണസമിതിയാണിത്. UDF കൗൺസിലർമാരുടെ വാർഡുകളിലേക്കാണ് കൂടുതൽ ഫണ്ട് അനുവദിച്ചത്. നഗരസഭയ്ക്കെതിരെ ഉന്നയിക്കാൻ പ്രത്യേക വിഷയമില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സമരമാണ് മുസ്ലിം ലീഗ് നടത്തിയതെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലത്തെ ദുർഭരണത്തിനെതിരെ ഒരു പ്രതിഷേധ സമരം അരങ്ങേറുകയുണ്ടായി. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സമരത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. കഴിഞ്ഞ 4 വർഷമായി നഗരസഭയിൽ നടത്തിയിട്ട് ദുർഭരണമാണെന്ന് പറയുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന മറ്റൊരു കാര്യം, അതിൽ എടുത്തു പറയുന്ന കാര്യം, UDFൻ്റെ കൗൺസിലർമാരുടെ വാർഡുകളെ ഭരണസമിതി അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അവഗണിച്ചു എന്നുള്ളതാണ്. ഇത് കണക്കുകൾ വെച്ച് തന്നെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറയാൻ നമുക്ക് കഴിയും. കാരണം നഗരസഭയുടെ ലഭ്യമാകുന്ന വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഫണ്ടുകൾ നമ്മൾ ആവശ്യകതയനുസരിച്ച് ഡ്രെയിനേജ് വേണ്ടയിടത്ത് ഡ്രെയിനേജ്, റോഡ് വേണ്ടയിടത്ത് റോഡ്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ വേണ്ടയിടത്ത് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ഉൾപ്പെടെയുള്ള പരിഗണനാ ലിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തിൻ്റെ പിന്നോക്കാവസ്ഥയാണ് നഗരസഭാ ഭരണസമിതി പരിഗണിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നഗരസഭയിലെ പല നമ്മുടെ ഭരണകക്ഷിപ്പെട്ടിട്ടുള്ള നമ്മുടെ കൗൺസിലർമാരെക്കാൾ കൂടുതൽ തുക അനുവദിച്ചിട്ടുള്ള കൗൺസിലർമാരുടെ ലിസ്റ്റിൽ ഈ UDFൻ്റെ മുസ്ലിം ലീഗ് 5 പേരും 5 പേർ കോൺഗ്രസുമാണ്. അങ്ങനെ 10 പേരുടെ വാർഡുകളുടെ കണക്കുകൾ കഴിഞ്ഞ 4 വർഷക്കാലത്തെ കണക്കുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ശ്രീകലയുടെ 31ാം വാർഡായിരുന്നാലും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഫർഹാൻ്റെ 16ാം വാർഡായിരുന്നാലും, 38ാം വാർഡായിരുന്നാലും, അങ്ങനെ ആയിഷയുടെ വാർഡായിരുന്നാലും വ്യത്യസ്തമായിട്ടുള്ള ഈ ലീഗുകാരൻ്റെ വാർഡുകളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. ഞങ്ങളുടെ ആളുകളുടെ CPMനെ സംബന്ധിച്ചിടത്തോളം 38 കൗൺസിലർമാർ ഞങ്ങളുടെ ഭരണസമിതിയുടെ ഭാഗമായിട്ട് ഘടകകക്ഷികൾ ഉൾപ്പെടെ ഉണ്ട്. എന്നിട്ട് പോലും കൂടുതൽ പരിഗണന ഈ 10 പേർക്ക് ആ പ്രദേശത്തിന് പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നൽകി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.